ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ജൂലിയ അവർ ലൂണ എന്നുള്ള പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ജൂലിയ അവർ ലൂണ എഴുതിയത് നേഹ സിൻഹ്. ഏത് പ്രോക്തിയാണ്, ഏത് വിധായാണെന്ന് ചോദിച്ചാൽ കഹാനി. അപ്പം നമുക്ക് ആദ്യം നേഹ സിൻഹയെക്കുറിച്ച് നോക്കാം. നേഹ സിൻഹ് का जन्म 5 मई 1982 को വാരണാസി में हुआ था. അപ്പം നേഹ സിംഗ് ജനിച്ചത് 1982 മെയ് മാസം 5-ാം തീയതി വാരണാസിയിലായിരുന്നു. വേ ഹിന്ദി അവർ അംഗ്രേസി ദോനോ ഭാഷാവോ മേ ലിഖ്തി ഹെ. അവർ ഹിന്ദിയിലും അംഗ്രേസി ഇംഗ്ലീഷ് ഭാഷയിലും അവർ എഴുതിയിട്ടുണ്ട്. അവർ ഉൻകി 19 കിതാബേ പ്രകാശിത ഹോ ചുക്കി ഹെ. അവരുടെ 19 കിതാബ് 19 പുസ്തകങ്ങളോളം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരുന്നു. ബച്ചോങ്കേലിയെ ഖാസ്കർ മ്യൂസിക്കൽ നാടക് ബനാന ഉനോംനെ ബേഹദ് പസന്ത് ഹെ. കുട്ടികൾക്ക് വേണ്ടി ഒരു മ്യൂസിക്കൽ നാടകം ഉണ്ടാക്കി, അതവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. വേ ബച്ചോങ്കേലിയെ കുട്ടികൾക്ക് വേണ്ടി തന്നെ കഹാനിയ കഥകൾ, കവിതായെ ലിഖ്തി ഹെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. രാഹി നാം കി തിയേറ്റർ കമ്പനി ചലാത്തി ഹെ. രാഹി എന്ന പേരുള്ള ഒരു തിയേറ്റർ കമ്പനി നടത്തുന്നുണ്ട്. അവർ ലഡ്കിയോ മഹിളാവോങ്കെ ലിയെ എക്ക് ക്യാമ്പയിൻ ചലാത്തി ഹെ. പെൺകുട്ടികൾക്കും മഹിളകൾക്കും വേണ്ടി, സ്ത്രീകൾക്കും വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുന്നു. ജിസ്കാ നാം ഹെ വൈ ലോയിഡർ. അതിൻ്റെ പേരാണ് വൈ ലോയിഡർ എന്ന്. ഉൻകി പഹലി പുസ്തക് ഹെ ദ വെനിസ്ഡേ ബാസാർ ജോ സൻ 2014 में പ്രകാശിത ഹുയി. അവരുടെ ആദ്യത്തെ പുസ്തകം ദ വെനിസ്ഡേ ബാസാർ എന്നാണ് അതിൻ്റെ പേര്. അത് 2014 പ്രസിദ്ധീകരിച്ചു. നമുക്ക് കഥയിലേക്ക് പോകാം. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ഹട്ടെ കട്ടെ എന്ന് പറഞ്ഞാൽ ബലവാന്മാരായ, സ്ട്രോങ് ആയ മനുഷ്യർ एक बड़े से पेड़ को काटने पहुंचे. ഒരു വലിയൊരു മരം വെട്ടാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. एक लड़की ने उन्हें देख लिया. ഒരു പെൺകുട്ടി ഇത് കണ്ടു. പഹിച്ചൺ പേട് പർ ചഡ് ഗയി. അവൾ പെട്ടെന്ന് ആ മരത്തിൽ കയറി. ആത്മിയോനെയും പഹലെ ഉസേ സമച്ചായ ഫിർ ധമുക്കായ ബഹോദ് ഡരായ. അപ്പം ആ മനുഷ്യർ ആദ്യം പഹലെ ഉസേ സമച്ചായ, ആദ്യം അവളെ മനസ്സിലാക്കി. ഫിർ ധമുക്കായ, പിന്നീട് അത് ഭീഷണിപ്പെടുത്തി. ബഹോദ് ധരായ, പിന്നീട് അവളെ പേടിപ്പിച്ചു. മേം നഹി ഉദരൂങ്കി ലഡ്കി ചില്ലായി. അവർ ഏക്ക് ഷാഹ പർ ജാ ബൈഠി. മേം നഹി ഉദരൂങ്കി, ഞാൻ ഇറങ്ങില്ല. പെൺകുട്ടി ചില്ലായി എന്നാണ്. ലഡ്കി എന്ത് ചെയ്തു? ചില്ലായി, ബഹളം വെച്ചു. അവർ ഏക്ക് ഷാഹ പർ ജാ ബൈഠി. അവളൊരു ഷാഹയിൽ, ആ ഒരു മരക്കൊമ്പിൽ പോയിരുന്നു. ആത്മീയോനെ സോച്ച, ഈ മനുഷ്യർ ചിന്തിച്ചു. ആഖിർ കഫീത്ത് ഉദരേങ്കി, അവസാനം എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ. തബു കാട്ടേങ്കെ പെടുക്കോ, അപ്പോൾ നമുക്ക് ഈ മരം വെട്ടാം അല്ലേ. പെൺകുട്ടി എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, അപ്പോഴീ മരം വെട്ടാമെന്ന് ആ മനുഷ്യർ ചിന്തിച്ചു. ദിൻ ഹഫ്തെ മഹീനെ ബീത്തുകി. ദിൻ ദിവസങ്ങൾ കഴിഞ്ഞു, ഹഫ്തെ ആഴ്ചകൾ കഴിഞ്ഞു, മഹീനെ മാസങ്ങളും കഴിഞ്ഞു. പർ ലഡ്കി തോ ഉദരി ഹി നഹി. പക്ഷേ പെൺകുട്ടി താഴേക്കിറങ്ങിയില്ല. ലോഗോം കോ ജബ് പതാ ചലാ തോ ഉസ്കെ ലിയെ ഖാന പാനി സ്റ്റൗ കിതാബേ ഗദ്ദ കമ്പൽ കപ്പടെ സബ് ലേ ആയി. അപ്പോൾ ആളുകൾ ഈ വാർത്തയെല്ലാം അറിഞ്ഞ്, ഇങ്ങനെ ഒരു പെൺകുട്ടി മരത്തെ കയറിയിരിക്കുന്നു, മരം വെട്ടുന്നതിന് വേണ്ടി ആ തടസ്സം നിൽക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞ് അവരവൾക്ക് വേണ്ടി ഖാന ഭക്ഷണം കൊണ്ടുവന്നു, പാനി വെള്ളം, സ്റ്റൗവ്,
കിതാബ് പുസ്തകങ്ങൾ, ഗദ്ദ മെത്ത, കമ്പൽ കമ്പിളി, കപ്പടി വസ്ത്രങ്ങൾ, സബുലേയായി ഇതെല്ലാം കൊണ്ട് വന്നു. ശുക്രിയ ലഡ്കി ചഹച്ചഹായ്. ചഹച്ചഹായ് എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ ചിലയ്ക്കുന്ന കൂട്ട്. അപ്പം ശുക്രിയ, അപ്പം നന്ദി പറഞ്ഞു. ഉസ്നെ ചിടിയോങ്കി തരഹ് പേട് പർ അപ്പന ഘോംസല ബനാലിയ. അവൾ എന്ത് ചെയ്തു? ചിടിയോങ്കി തരഹ് പക്ഷികളെ കൂട്ട് പേട് പർ അപ്പന ഘോംസല ബനാലിയ ആ മരത്തിൽ തൻ്റെ കൂട് അവൾ ഉണ്ടാക്കി. ബാരിഷായി മഴ വന്നു, സർദിയായി തണുപ്പ് വന്നു, ഭയങ്കര ആന്തി തൂഫാനായി ഭയങ്കര കൊടുങ്കാറ്റ് വന്നു, ബർഫ് പടി മഞ്ഞു വന്നു. पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. പക്ഷേ മരം പെൺകുട്ടിയെ രക്ഷിച്ചു, അതുപോലെ പെൺകുട്ടി മരത്തിനെയും രക്ഷിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം രക്ഷിച്ചുകൊണ്ടേ ഇരുന്നു. കഹാനി പഠ്കർ സുനാവൂ. കഥ പറഞ്ഞ് കേൾപ്പിക്കട്ടെ. കഫി ലഡ്കി പേട് സെ പൂച്ച്തി തോ കഫി പേട് ലഡ്കി കോ अपने पत्तों से हवा का बहता राग सुनाता. അപ്പം പെൺകുട്ടി മരത്തിനോട് ചോദിക്കുകയാണ്, കഹാനി പഠ്കർ സുനാവൂ, കഥ പറഞ്ഞു കേൾപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ പേട് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? കഫി പേട് ലഡ്കിക്കോ അപ്പനെ പത്തോം സെ മരം അതിൻ്റെ ഇലകൾ ഹവാക്ക ബഹുത്ത രാഗ് സുനാത്ത അല്ലേ, കാറ്റിലിങ്ങനെ ഇലകൾ ഇളക്കി ശബ്ദം കേൾപ്പിക്കുന്നു. പെൺകുട്ടി പറയുന്നത് മനസ്സിലായ കൂട്ട് ഒരു ശബ്ദം കേൾപ്പിക്കുന്നു. ഹട്ടെ കട്ടെ ആത്മിയോങ്കെ സേഠ്നെ അജീബോ ഗരീബ് തർക്കീബേം ലഗായി. ഹട്ടെ കട്ടെ ആത്മിയോങ്കെ സേട്ട് സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരുടെ സേട്ട് അജീബോ ഗരീബ് അതിന് വിചിത്രമായ തർക്കീബേം ലഗായി. തർക്കീബേം എന്ന ഉപായം ഉണ്ടാക്കുന്നു അല്ലേ. എന്താണ് ഇവളെ മരത്തിൻ്റെ മണ്ടക്കുന്ന് ഇറക്കണ്ടേ, അതിനുവേണ്ടി ഒരു ഉപായം കണ്ടെത്തുന്നു. കഫി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ ഷോർ മജായ. എന്നാൽ പേട് കെ നീച്ചെ മരത്തിൻ്റെ താഴെയായിട്ട് ലൗഡ് സ്പീക്കർ ഇങ്ങനെ ഷോർ ഭയങ്കര ഒച്ചത്തിൽ അത് ഓണാക്കി വെച്ചേക്കുന്നു. കഫി പേട് കെ ഊപ്പർ അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ഉടാക്കർ ലഡ്കിക്കോ രാത്ത് ഫർ ജഗായേ രഗ. അപ്പം മരത്തിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പറത്തി രാത്രിയിലെല്ലാം അവളെ ഇങ്ങനെ ഉണർന്നിരിക്കുന്നു. കാര്യം ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ, ശബ്ദം കൊണ്ട് പെൺകുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് പെൺകുട്ടി. കാര്യം അങ്ങനെയെങ്കിലും ഈ മരത്തിൽ നിന്നും ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച്. തും ഹമാരി ദോസ്തി കഫി നഹി തോട് പാവോഗെ. അപ്പം പെൺകുട്ടി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ സൗഹൃദത്തെ ഒരിക്കലും നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കില്ല. ലഡ്കി ബുലന്ദ് ആവാസ് മേ മുനേം കഹത്തി അല്ലേ, ഉറക്ക വിളിച്ചു പറഞ്ഞു അല്ലേ, ഞങ്ങളുടെ സൗഹൃദം, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾക്കൊരിക്കലും തകർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെൺകുട്ടി മരം പെൺകുട്ടിയെയും സംരക്ഷിച്ച് അവർ ഉറ്റ ഫ്രണ്ട്സായി. ഉനകി അനോഖി ദോസ്തി കാ ഹിസ്സ ദുനിയ ഫർമേ മഷ്കൂർ ഹോ ഗയ. അവരുടെ വിചിത്രമായ ഒരു സൗഹൃദത്തിൻ്റെ കിസ്സ എന്ന് പറഞ്ഞാൽ കഥ ദുനിയ ഫർമേ മഷ്കൂർ ഹോ ഗയ. ഈ ലോകം മുഴുവനും പ്രശസ്തമായി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അറിയാൻ തുടങ്ങി. ഉൻകെ ഇർദ് ഹൃദ് ഹസാരോം ലോക ഇക്കട്ട ഹോനെ ലഗി. ഉൻകെ ഇർദ് ഹൃദ് എന്ന് പറഞ്ഞാൽ നാലു ഭാഗത്തുമുള്ള ഹസാരോം ലോക ആയിരക്കണക്കിന് ആളുകൾ ഇക്കട്ട ഹോനെ ലഗ അല്ലേ, തടിച്ചുകൂടി ഒന്നിച്ചുകൂടാൻ തുടങ്ങി. ഹട്ടെ കട്ടെ ആത്മീയോം അവർ ഉൻകെ സേട്ട് കോ ലഡ്കി പേട് ഉൻകി ദോസ്തി അവർ
ഉൻകെ ഹസാരോം ദോസ്തോം സെ ഡർ ലഗ്നെ ലഗാ ഥ. അല്ലേ? അങ്ങനെ അനേകം ആളുകളെ ഒന്നിച്ചു കൂടാൻ തുടങ്ങിയപ്പോഴത്തേന് ഈ ഹട്ടേ കട്ടേ ആത്മീയോ അവർ ഉൻകെ സേട്ട്, ഈ സ്ട്രോങ് ആയിട്ടുള്ള ആ മനുഷ്യരും അവരുടെ സേട്ടും ഈ ലഡ്കിയെയും പേട് മരത്തിനെയും ഉൻകി ദോസ്തി അവരുടെ സൗഹൃദത്തെയും, അതുമാത്രമല്ല ഉൻകി ഹസാരോം ദോസ്തോം സെ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കൂട്ടുകാരെയും ഡർ ലഗ്നെ ലഗാ ഥ എന്താണ് പേടിക്കാൻ തുടങ്ങി. 738 दिनों तक पेट काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगा. അങ്ങനെ എത്ര ദിവസമാണ് ആ പെൺകുട്ടി ആ മരത്തേലിരുന്നത്? 738 738 ദിവസങ്ങൾ വരെ പേട് കാട്ട്നേക്ക ഇന്തിസാർ കർണേക്കെ ബാദ് ആ മരം മുറിക്കാമെന്നുള്ള ആ ഒരു ഇന്തിസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നാണ്. ആ പ്രതീക്ഷയോട് ശേഷം കെ ബാദ് ഏക് ദിൻ ഒരു ദിവസം വേ ആദ്മി ചുപ് ചാപ്പ് വഹാം സേ ജാനേ ലഗെ ആ മനുഷ്യൻ ആ ഒന്നും മിണ്ടാതെ ചുപ് ചാപ്പ് ഒന്നും മിണ്ടാതെ വഹാം സേ ജാനേ ലഗെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വാദാ കരോ ഇഹാം കെ കിസി ഫി പേട് കോ കഫി നഹി കാടോगे. വാദാ കരു ആ വാക്ക് തരൂ. യഹാം കെ കിസി ഫി പേട് ഇവിടെ നിന്നും ഒരു മരവും കഫി നഹി കാടോगे ഇനി ഒരിക്കലും മുറിക്കില്ല, ആ വാക്ക് തരൂ എന്ന്. ലഡ്കിനെ സേട്ട് സെ വാദാ ലേലിയ. അല്ലേ? ലഡ്കി എന്ത് ചെയ്തു? ആ സേട്ടിനെ കൊണ്ട് ആ വാക്ക് പറയിപ്പിച്ചു. കാര്യം എന്താ? ഇനി മേലിൽ അവിടെ നിന്ന് ഒരു മരവും, ഈ മരം മാത്രമല്ല അവിടെ നിന്ന് ഒരു മരവും മുറിക്കില്ല എന്ന ഉള്ള ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നും മേടിച്ചു. സാരേ പേട് ബെജിഗെ അങ്ങനെ എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ എന്നും. ഉസ് പേട് കാ നാം ഹെ ലൂണ ആ മരത്തിൻ്റെ പേരാണ് ലൂണ എന്നും. ദോനോ ആജ് ഫി പക്കേ ദോസ്ത് ഹെ അവർ രണ്ടുപേരും ഇന്നും എന്താണ്? പക്കേ ദോസ്ത് നല്ല ഉറച്ച നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. മനസ്സിലായത്? നടന്ന ഒരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ കഥ.